യൂറോപ്യന്മാരുടെ ആഗമനം. ചാപ്റ്റർ 2. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ യൂറോപ്യൻ അധിനിവേശം ആരംഭിച്ചത്. 1498 മെയ് മാസത്തിൽ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിൽ പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയതോടെ ഇന്ത്യാ ചരിത്രത്തിലെ കൊളോണിയൽ യുഗത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. പോർച്ചുഗീസുകാരെ പിന്തുടർന്ന് മറ്റു യൂറോപ്യൻ ശക്തികളും ഇന്ത്യയിൽ എത്തിച്ചേർന്നു. താമസിയാതെ ഇന്ത്യയുടെ തീരദേശ സമുദ്ര വ്യാപാരം യൂറോപ്യന്മാരുടെ നിയന്ത്രണത്തിലായി. തുടക്കത്തിൽ വ്യാപാരത്തിൽ മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ. അതിനാൽ വ്യാപാര മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് യൂറോപ്യന്മാർ പരസ്പരം പോരാടി. നാട്ടുകാരായ വ്യാപാരികളെ തകർക്കാനും അവർ ശ്രമിച്ചു. കാലക്രമേണ വാണിജ്യ താൽപ്പര്യങ്ങൾ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വഴിമാറി. ഇന്ത്യ യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികളുടെ പിടിയിലകപ്പെടുകയും ചെയ്തു. യൂറോപ്യന്മാരുടെ ആഗമന പശ്ചാത്തലം. മധ്യയുഗത്തിൻ്റെ അന്ത്യത്തോടെ യൂറോപ്പിൽ പുതിയൊരു വാണിജ്യവർഗം ഉയർന്നുവന്നു. ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ കുലീന കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അവരിൽ ഭൂരിഭാഗവും. അവർ സമ്പന്നരും സാഹസികരുമായിരുന്നു. പൗരസ്ത്യ ദേശവുമായി കച്ചവട ബന്ധം സ്ഥാപിക്കാൻ അവർ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് തടസ്സമായി നിന്നിരുന്ന ഫ്യൂഡലിസത്തെ തകർക്കാതെ സാമ്പത്തികമായി മുന്നേറാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ യൂറോപ്പിലെ ദേശീയ രാജാക്കന്മാരെ ആളും അർത്ഥവും നൽകി അവർ പിന്തുണച്ചു. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പിടിയിൽ നിന്ന് മോചനം നേടാൻ വാണിജ്യവർഗത്തിൻ്റെ പിന്തുണ രാജാക്കന്മാരെ സഹായിച്ചു. ഇതിന് പ്രത്യുപകാരമായി പൗരസ്ത്യ ദേശവുമായി വ്യാപാരം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും രാജാക്കന്മാർ അവർക്ക് നൽകി. കൂടാതെ പുതിയ സമുദ്രമാർഗങ്ങളും ഭൂപ്രദേശങ്ങളും കണ്ടെത്തുന്നതിന് സമുദ്ര പര്യവേഷകർക്ക് പ്രോത്സാഹനമേകുകയും ചെയ്തു. ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനത്തിന് ഇത് വഴിയൊരുക്കി. പോർച്ചുഗലിലെ രാജകുമാരനായ ഹെൻറിയുടെ പ്രോത്സാഹനം ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനത്തിന് വഴിയൊരുക്കി. കപ്പിത്താനായ ഹെൻറി എന്ന പേരിൽ വിഖ്യാതനായ അദ്ദേഹം നാവികരെ പരിശീലിപ്പിക്കുന്നതിനായി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ധാരാളം ചരക്കുകളുമായി വിദൂരയാത്ര നടത്തുവാൻ ശേഷിയുള്ള പുതിയ ഇനം കപ്പലുകൾ ഈ വിദ്യാലയങ്ങളിൽ രൂപം നൽകി. ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരം വഴി സഞ്ചരിച്ച് ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തിച്ചേരാൻ യൂറോപ്യൻ നാവികരെ ഇത് സഹായിച്ചു. ശാസ്ത്രീയ സാങ്കേതിക രംഗത്തെ പുരോഗതിയും ഇന്ത്യയിൽ എത്തിച്ചേരാൻ യൂറോപ്യന്മാരെ സഹായിച്ചു. വടക്കുനോക്കി യന്ത്രം, ആസ്ട്രോലാബ് തുടങ്ങിയവയുടെ കണ്ടുപിടുത്തങ്ങൾ സമുദ്രയാത്രകളെ സുഗമമാക്കി തീർത്തു. കൂടാതെ വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തവും നാവികർക്ക് ഗുണകരമായി. തങ്ങളുടെ പ്രതിയോഗികളെ കീഴ്പ്പെടുത്താൻ ഇതവരെ സഹായിച്ചു. യൂറോപ്പിന് പുറമേയുള്ള ലോകത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കാനുള്ള മോഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന മിഷണറിമാരും സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു. മാർക്കോ പോളോ 1254 മുതൽ 1324 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. വിഖ്യാതനായ വെനീഷ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. ചൈന, ഇന്ത്യ, ബർമ്മ തുടങ്ങിയ പല രാജ്യങ്ങളും അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. അദ്ദേഹം കേരളവും സന്ദർശിക്കുകയുണ്ടായി. ആഗോള സഞ്ചാരി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. മാർക്കോ പോളോവിൻ്റെ സഞ്ചാര കഥകൾ വിശ്വപ്രസിദ്ധമാണ്. ഏഷ്യയുടെ സമ്പത്ത്, സംസ്കാരം എന്നിവയെക്കുറിച്ച് യൂറോപ്യന്മാർക്ക് വ്യക്തമായ അറിവ് ലഭിച്ചത് മാർക്കോ പോളോവിൻ്റെ സഞ്ചാര കഥകളിൽ നിന്നാണ്. മധ്യകാലഘട്ടത്തിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം മുഖ്യമായും 3 മാർഗങ്ങളിലൂടെയാണ് നടന്നിരുന്നത്. മധ്യേഷ്യ, ചെങ്കടൽ, പേർഷ്യൻ ഉൾക്കടൽ. മധ്യേഷ്യ കരമാർഗമായിരുന്നു. ചെങ്കടലും പേർഷ്യൻ ഉൾക്കടലും കടൽ മാർഗങ്ങൾ. പല മാർഗങ്ങളിലൂടെയും പല രാജ്യങ്ങളിലൂടെയും പല വ്യാപാരങ്ങളിലുമുള്ള ഇൻഡോ യൂറോപ്യൻ വ്യാപാരം അത്യന്തം ലാഭകരമായിരുന്നു. പൗരസ്ത്യ ദേശത്തെ ചരക്കുകളായ സുഗന്ധദ്രവ്യങ്ങൾ, പട്ടുതുണി, പരുത്തി വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പിഞ്ഞാണപാത്രങ്ങൾ എന്നിവ യൂറോപ്പിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. പൗരസ്ത്യ ദേശത്തെ അളവറ്റ സമ്പത്തിനെക്കുറിച്ചുള്ള കഥകൾ വ്യാപാരികളെ ആവേശഭരിതരാക്കി. മാർക്കോ പോളോവിൻ്റെ സഞ്ചാരക്കുറിപ്പുകൾ ഈ കഥകളെ ശരിവെക്കുകയും ചെയ്തു. എന്നാൽ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര കുത്തകയ്ക്കായി വെച്ചിരുന്ന അറബികളും ഇറ്റലിക്കാരുമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഏഷ്യയ്ക്ക് പുതിയൊരു വാണിജ്യമാർഗം കണ്ടെത്താൻ യൂറോപ്യന്മാർ നിർബന്ധിതരായി. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഏഷ്യയും യൂറോപ്പുമായുള്ള കരവ്യാപാര മാർഗങ്ങൾ തുർക്കിയുടെ നിയന്ത്രണത്തിലായി. ഇതോടെ ഇന്ത്യയിലേക്ക് പുതിയൊരു മാർഗം കണ്ടെത്തുകയല്ലാതെ യൂറോപ്യന്മാർക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അറബികളുടെയും വെനീഷ്യരുടെയും വാണിജ്യ കുത്തക തകർത്ത് പൗരസ്ത്യരുമായി നേരിട്ടുള്ള വ്യാപാരബന്ധം സ്ഥാപിക്കാനും അവർ ആഗ്രഹിച്ചു.
സ്പെയിനും പോർച്ചുഗലുമാണ് ഇതിന് മുൻകൈയെടുത്തത്. 1492 സ്പെയിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ട കൊളംബസ് എത്തിച്ചേർന്നത് അമേരിക്കയിലായിരുന്നു. ഇന്ത്യയിലേക്ക് പുതിയൊരു കരമാർഗം കണ്ടെത്തുന്നതിൽ വിജയം വരിച്ചത് പോർച്ചുഗീസുകാരാണ്. യൂറോപ്യന്മാരുടെ ആഗമന പശ്ചാത്തലം. വാണിജ്യവർഗത്തിൻ്റെ ഉയർച്ച, ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം, രാജകീയ പ്രോത്സാഹനം, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, ക്രിസ്തുമതം പ്രചരിപ്പിക്കാനുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഇന്ത്യയിലേക്ക് വന്ന ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു കടൽ മാർഗം കണ്ടുപിടിച്ച് ഇന്ത്യയുമായി നേരിട്ട് കച്ചവടമെന്ന് സ്ഥാപിച്ച പോർച്ചുഗീസുകാരായിരുന്നു. 1487 പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ് ദക്ഷിണാഫ്രിക്കയിലെ ചുവപ്രതീക്ഷ മുനമ്പ് വരെ എത്തുകയുണ്ടായി. 1497 ഇന്ത്യയിലേക്ക് പര്യവേഷണം നടത്താനും ആഫ്രിക്കയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കാനും പോർച്ചുഗീസുകാർ തീരുമാനിച്ചു. ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ കൈപ്പെടുത്തുകയായിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം. ഈ ദൗത്യം പോർച്ചുഗീസുകാർ വാസ്കോ ഡ ഗാമയെ ഏൽപ്പിച്ചു. ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമയെപ്പറ്റി നമുക്ക് വായിക്കാം. 1497 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമയും കൂട്ടരും 3 ചെറിയ കപ്പലുകളിലായി യാത്ര പുറപ്പെട്ടു. കപ്പൽ ജോലിക്കാരിൽ മിക്കവരും കുറ്റവാളികളായിരുന്നു. ബർത്തലോമിയോ ഡയസിൻ്റെ സഞ്ചാരപാത പിന്തുടർന്ന ഗാമ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ എത്തിച്ചേർന്നു. ഗാമയും കൂട്ടരും മുസ്ലിങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച മൊസാംബിക്കിലെ സുൽത്താൻ വടക്കോട്ട് യാത്ര ചെയ്യുന്നതിന് ഗാമയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും പൈലറ്റുമാരെയും മറ്റും നൽകി സഹായിക്കുകയും ചെയ്തു. ഇബ്ൻ മജീദ് എന്ന പൈലറ്റിൻ്റെ സഹായത്തോടെ ഗാമയും കൂട്ടരും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുകയും 23 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 21 കോഴിക്കോട് നിന്ന് 8 മൈൽ വടക്കുള്ള കാപ്പാട് ഗ്രാമത്തിൽ കപ്പലിറങ്ങുകയും ചെയ്തു.